ഒരാളെന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം പറയണമെന്ന് പറഞ്ഞ് നിൽക്കുക നോക്കാരാന്ന്. കൽപ്പന, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യം ഞാൻ കൽപ്പനയോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം കൽപ്പനയ്ക്ക് ദേശീയ തലത്തിലൊരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൽപ്പനയെ ഒന്ന് ബന്ധപ്പെട്ട് ഒരു അഭിനന്ദനം അറിയിക്കാൻ ഒരുപാട് പാടുപെട്ടു. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷത്തോളമായിട്ട് ഈ ദോഹയുമായിട്ട് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് സാധിക്കാതെ പോയി. അതുകൊണ്ട് ആദ്യമേ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കൽപ്പനയ്ക്ക് ഞാൻ ഇതിലൂടെ രേഖപ്പെടുത്തുന്നു. പിന്നെ അലി ചേച്ചിക്ക് ചോദിക്കാനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സകലകലാവല്ലഭരുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് കൽപ്പന. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരും കലാകാരന്മാരാണ്. ഞാൻ എപ്പോഴും പറയും, പക്ഷേ കൽപ്പനയെ മലയാളി എന്നും കണ്ടിരിക്കുന്നത് ഒരു അങ്ങേ അറ്റത്തെ ഒരു എന്താ പറയുക, ഏറ്റവും ഒരു മുതിർന്ന ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഹാസ്യ കലാകാരന്മാരുടെ കൂട്ടത്തിലെ ഒരു മികച്ച ഹാസ്യ നടിയായിട്ടാണ് മലയാള സിനിമയും പ്രേക്ഷകരും കൽപ്പനയെ എന്നും കണ്ടിരിക്കുന്നത്. എനിക്ക് കൽപ്പനയോട് ചോദിക്കാനുള്ളത്, ഇത്രയും നല്ല കഴിവുള്ള ഒരു കൽപ്പനയെ മലയാളി എന്നും ഒരു നല്ല ഹാസ്യ നടിയായി കണ്ടതിൽ കൽപ്പനയ്ക്ക് ഒരു ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? വിഷമമുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന മൊത്തം അതാ. സർക്കസിലെ കോമാളിയില്ലേ, ഏറ്റവും എല്ലാവരും വർണ്ണിക്കുമല്ലോ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് കോമഡിയാണ്, നായികയാവാൻ പാടാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, ഒരു അവാർഡിന് പോലും സർക്കസിലെ കോമാളിയുടെ വാല്യൂ ഉള്ളൂ. നമ്മൾ കോമാളിത്തരം കാണിക്കുമ്പോൾ അവരെ കാണുമ്പോൾ കഷ്ടം, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നല്ലോ പാവത്തങ്ങൾ, എന്തെല്ലാം കാണിക്കുന്നു പാവം എന്നുള്ളൊരു ഫീലാണ്. നായകനോട് നായികയോടും ഉള്ളൂ സ്നേഹം. കാരണം ഞാനത് മുമ്പേ പറയുന്നത്, അങ്ങനെ കോമഡിക്ക് വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ നാഷണൽ അവാർഡ് വാങ്ങിക്കേണ്ട ആർട്ടിസ്റ്റ് ജഗദീഷ് ശ്രീകുമാറാണ് അല്ലേ? ജഗതിയല്ലേ വാങ്ങിക്കേണ്ടത്? അത്രയും നല്ലൊരു കലാകാരൻ എവിടെ ഉണ്ട്? അദ്ദേഹത്തിന് എന്ത് സ്റ്റേറ്റിൽ അവാർഡ് കിട്ടി? അതുകൊണ്ട് ചേച്ചി ചോദിച്ചാൽ വളരെ കറക്റ്റാണ്. കാരണം ഒരു സീനിയർ ഒരു ലെവലാണ് എനിക്കെപ്പോഴും കോമഡി ചെയ്യുന്നവരോടും അതാണ്. അത് ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. സഭയിൽ നമ്മൾ ഇരിക്കുന്നൊരിടത്ത് ആ ഉർവശി, പാർവതി, മോനിഷ എന്നൊക്കെ പറയുന്നത് കൽപ്പന ചേച്ചി എന്നാണ് പറയുന്നത്, അവരുടെ കൂടെ പറഞ്ഞ പോലെ. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ ചേച്ചി ചോദിച്ച കറക്റ്റാണ്. ഇത്രയും നല്ല ഫാമിലിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കഥാപാത്രം തുടർച്ചയായി കിട്ടിയതെന്ന് പറഞ്ഞാൽ അതൊക്കെ വിധിയെന്നേ പറയാൻ പറ്റുമോ ബ്രിട്ടാസ്ജി? വിധിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ത്രൂ ഔട്ട് കഥാപാത്രം ചെയ്യുന്നവർക്കേ അവാർഡിന് പരിഗണിക്കുകയുള്ളൂ. പക്ഷെ വന്നപ്പോൾ വൈകി. ഒരു സിനിമയിൽ മുഴുനീള റോൾ ഉണ്ടായിരിക്കണം, അങ്ങനൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പക്ഷേ ഞാൻ ചെയ്ത ഒരു ചെറിയ നന്മ, ആ അന്തർജനം, ആ അമ്മയുടെ പ്രാർത്ഥനയും റസിയയുടെ പ്രാർത്ഥനയായിരിക്കാം. ഇന്ന് ഞാൻ റസിയയുടെ പ്രാർത്ഥന തന്നെയാണ്. കൽപ്പന പറഞ്ഞതിൽ പകുതി കാര്യം പകുതി ഒരുപക്ഷെ കൽപ്പനയുടെ വിനയം കൊണ്ട് പറയുന്നതായിരിക്കാം. പല കോമഡി രംഗങ്ങളും ഇപ്പം കൽപ്പന പറയാൻ ശ്രമിച്ചത് ഒരു സർക്കസിലെ കോമാളിയുടെ പ്രസക്തി അതിനകത്ത് ഉണ്ടാകാറുള്ളൂ. പലപ്പോഴും ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ വിദൂഷക വേഷം കെട്ടി അങ്ങോട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നത് തീക്ഷ്ണമായ തീവ്രമായ രംഗങ്ങളെക്കാൾ ഒരുപക്ഷെ ഈ ഹ്യൂമർ രംഗങ്ങളായിരിക്കും. ബ്രിട്ടാസ്ജി അതായിരിക്കാം. കാണുന്നവരൊക്കെ പറയും കൽപ്പനയും ജഗതിയും കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തോ സന്തോഷമാണ്. ഏതൊരു സിനിമയിൽ എനിക്ക് ഇപ്പോഴും അത് കാണുമ്പോൾ ചിരി വരും. മറ്റേ ഉമ്മച്ചൻ ഉമ്മ ഉമ്മ എന്തായിരുന്നു? അത് ഞാൻ വന്നിട്ടൊരു കുക്കാണ്. ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുക്കാണ്. ഇദ്ദേഹം ആക്ച്വലി ഇദ്ദേഹം CID ആണ്. ഇദ്ദേഹം മറ്റേ ആന്തൂറിയ അതൊക്കെ അവിടെ ഉണ്ടാക്കിയതാണ് അത് അല്ല, ഡയലോഗിലുണ്ടായിരുന്നു CID ഉണ്ണികൃഷ്ണൻ എന്നുള്ള സിനിമയിലാണ്. അപ്പോൾ അതിൽ ഇപ്പം ഇത്തരം ക്യാരക്ടർ ഓർക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പോലെ ഇല്ല എന്നല്ല, അപൂർവം ക്യാരക്ടർ. പക്ഷേ ഡിഫറൻറ്റ്. നമ്മൾ എന്നും കഞ്ഞിയും പയറും തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അല്ലേ? വേറിട്ട് നമുക്കൊരു സദ്യ കഴിക്കണമെന്ന് തോന്നാം, ഫ്രൈഡ് റൈസ് കഴിക്കണമെന്ന് തോന്നാം. അതെൻ്റെ ലൈഫിൽ അധികം ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്. അങ്ങനെ വേറിട്ട് കഴിച്ച ചില ഹോട്ടലുകളിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. സ്പിരിറ്റ്, പിന്നെ പുന്നാരം പടം, പിന്നെ അതുപോലെ തന്നെ ആ സിനിമകളിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു സിനിമയുണ്ട്. അതിൽ നായിക വേഷത്തിൽ അല്ലെങ്കിൽ പോലും നായികയുടെ ഒപ്പം തന്നെ സ്ഥാനം കിട്ടിയിട്ടുള്ള ഒരു ഹ്യൂമർ വേഷമാണ്. ഈ UDCയുടെ ഒക്കെ ആ നടപ്പും ആ നോട്ടവും ആ എടുപ്പും ഇതൊക്കെ എവിടുന്ന കൽപ്പന പഠിച്ചെടുത്തത്? അല്ല, ഈ ഒരു റോളാണെന്ന് മിസ്റ്റർ ഷാജി കൈലാസ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു സന്തോഷ് ശിവൻ, സന്തോഷനാണ് എൻ്റെ ക്യാമറ. അപ്പോൾ റോളിന് വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ലീവ്ലെസ് എനിക്ക് ഇടാൻ പറ്റില്ല. ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇടുന്ന ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ചെറുപ്പമാണ്. അപ്പോൾ അദ്ദേഹം ഷാജി കൈലാസ് അദ്ദേഹം എന്നോട് ചോദിച്ചു, കൊച്ചല്ലേ, ഇതൊക്കെ ചെറിയ പ്രായമല്ലേ, ഇട്ടാലെന്താ, ഈ ക്യാരക്ടർ അങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അവസാനം പറഞ്ഞു, എല്ലാവരും കൂടെ പറഞ്ഞു ഈ റോൾ അങ്ങനെയാണ്, കൽപ്പന വിഷമിക്കേ വേണ്ട, ഇങ്ങനെയുള്ള കോസ്റ്റ്യൂം ഇടുന്നതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത റോളാണിത്. കാരണം ഒരു ഗ്രാമത്തിലെ എല്ലാവരും മയങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ, മാച്ചിനായിട്ട്. ആ ചേഷ്ടകളൊക്കെ എവിടുന്നാണ് കൽപ്പന നോക്കി പഠിച്ചത്? അത് വിട്ടജി നോക്കി പഠിക്കാന്ന് പറഞ്ഞാൽ അമ്മ ആർട്ടിസ്റ്റാണ്, അച്ഛനും ആർട്ടിസ്റ്റാണ്. അത് രക്തത്തിലുണ്ടോ? ഇല്ല, രക്തത്തിൽ ആ സെക്ഷനെ ഞാൻ നോക്കിയിട്ടില്ല. പഞ്ചാരയല്ല ഞാൻ എൻ്റെ സെക്ഷൻ വേറെയാ. കാരണം എന്നെ 15 വയസ്സ് മുതൽ 20 വയസ്സുള്ള ചേച്ചിന്നേ വിളിച്ചിട്ടുള്ളൂ. 15 വയസ്സ് എനിക്കുള്ളപ്പോൾ എന്നെ ഒരാൾ ചേച്ചിന്നേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ ഇന്നും.
അത് എൻ്റെ ചെയ്യുന്ന റോൾസിലും ഞാൻ വിചാരിക്കും എനിക്ക് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു ഡയലോഗ് പറയാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്.